ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു മസാല ഷവായ് മന്തി തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മുഴുവനായിട്ടുള്ള മല്ലി, പെരുംജീരകം, നല്ല ജീരകം ഇതൊന്ന് വറുത്ത് വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് മല്ലിച്ചപ്പ്, പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള മുഴുവനായിട്ടുള്ള മല്ലിയും പെരുംജീരകവും അതേപോലെ തന്നെ നല്ല ജീരകവും. പിന്നെ നമുക്ക് എരിവിനായിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ നമ്മൾ കുറച്ച് സുർക്ക കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി ഒന്ന് വരഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഈ മസാല ഒക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കഴിയുന്നതും തലേ ദിവസം നമ്മൾ മസാല പുരട്ടി വെക്കുകയാണെങ്കിൽ ചിക്കനിൽ നല്ല മസാല പിടിക്കും കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. ആ പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഈ ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ചിക്കനെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ സിമ്മിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കനെ നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അടിച്ചെടുത്താലും മതി. അതല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ മസാലകളെല്ലാം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഏകദേശം വെന്തു എന്നായപ്പോൾ ഞാൻ അതിൽ നിന്നും ചിക്കനെ മാത്രം എടുത്തിട്ട് ആ മസാലയിൽ നിന്ന് ചിക്കനെ മാത്രം എടുത്തിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കിടന്ന് വേവുകയല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ മസാലയിൽ നിന്ന് ചിക്കനെ എടുത്തിട്ട് ഒരു പാനിൽ ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിൽ ബാക്കി വന്നിട്ടുള്ള ആ മസാലയിലേക്ക് ഏകദേശം ഒരു സവാള അരിഞ്ഞതും അതേപോലെ തന്നെ ക്യാപ്സിക്കം അരിഞ്ഞതും പിന്നെ നമുക്ക് ചിക്കൻ്റെ കഴുത്ത് ഭാഗം അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ടല്ലോ അത് വേണമെങ്കിൽ 1-2 പീസ് പച്ച ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ ക്യൂബ് മാഗിയുടെ ചിക്കൻ ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ മസാല നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് വഴച്ചെടുക്കണം. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു തക്കാളി അരച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ ചിക്കനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ മസാലയുടെ ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് ഈ മസാല എടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ആ സമയത്ത് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ റൈസ് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഊറ്റിയിട്ട് ഈ മസാലയിലേക്ക് തന്നെ നേരെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ വെള്ളം. അപ്പോൾ ഏകദേശം ഒരു 1/4 വേഗമാവുന്ന സമയത്താണ് ഈ റൈസ് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റൈസിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഈ മസാലയുടെ നമ്മൾ മിക്സി കഴുകിയതും അതേപോലെ തന്നെ ഈ മസാല പുരട്ടി വെച്ച പാത്രമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ആ വെള്ളമൊക്കെ കൂടെ ആണ് ഞാൻ ഈ ചോറ് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തത് കേട്ടോ. ഇനി അതല്ല അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നേരെ തന്നെ ഈ മസാലയിൽ നിന്ന് 1 ടീസ്പൂൺ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മുഴുവനായിട്ടുള്ള ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ റൈസ് ഞാൻ വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. റൈസും ഈ മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു, ചിക്കനും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സ്മോക്കി സ്മെല്ല് കിട്ടാനായിട്ട് ഞാൻ ചാർക്കോളും കൂടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഷവായി ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മാത്രമേ നമുക്ക് ദമ്മാക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനി നമ്മൾ റൈസ് വിളമ്പുന്ന സമയത്ത് ആദ്യം ചിക്കനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. അതിനുശേഷം ഈ ചിക്കൻ്റെ മസാല അടിയിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ നന്നായിട്ട്, കാരണം എല്ലാം വെന്തതാണ്, അപ്പോൾ
നമുക്കൊരു 10 മിനിറ്റ് മാത്രമേ ദം ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആയതിനു ശേഷം റൈസ് വിളമ്പിയെടുക്കുക. അതിന് മുകളിലേക്ക് ഈ ചിക്കൻ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ മന്തിക്കുണ്ടാക്കുന്ന ചട്നി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റാണ്. എന്നാൽ നമ്മുടെ വയറിനൊന്നും ഒരു പ്രശ്നവുമില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കും. ഓക്കെ, താങ്ക് യു.